കേരളത്തെ വിദ്യാഭ്യാസ മേഖല വീണ്ടും ഒരു രാഷ്ട്രീയ സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. SNDP യോഗത്തിന്റെ സ്കൂൾ സ്ഥാപനത്തിന് അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച വിമർശനങ്ങളും അതിനു നേരെ CPM എടുത്ത നിലപാടുകളും ചേർന്ന് വിഷയത്തെ വിദ്യാഭ്യാസ നയത്തിന്റെ പരിധിയിൽ നിന്ന് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് കേരളം ഇതാദ്യമായല്ല കാണുന്നത്. എന്നാൽ ഒരു സമൂഹ സംഘടനയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി നിഷേധിച്ചതിനെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ചർച്ചകളിലേക്ക് മാറ്റുന്ന അതീവ സൂക്ഷ്മത ആവശ്യപ്പെടുന്ന കാര്യമാണ്. മലപ്പുറം പോലെയുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ ജില്ലകളെ ചൂണ്ടിക്കാട്ടി തടസ്സമുണ്ടാക്കുന്നുവെന്ന് പറയുന്ന വർഗീയമായി വായിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല. വിദ്യാഭ്യാസം മതമോ സമുദായമോ അടിസ്ഥാനമാക്കി വിലയിരുത്തപ്പെടേണ്ട മേഖലയല്ല. അത് അവസരങ്ങളുടെയും ഗുണമേന്മയുടെയും ചോദ്യമാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ സംഘപരിവാറിന്റെ ഭാഷയുമായി സാമ്യം കാണിക്കുന്നുവെന്ന വിമർശനവും അവഗണിക്കാനാവില്ല. കേരളത്തിന്റെ സാമൂഹ്യഘടന ഇത്തരം സൂചനകൾ പോലും അപകടകരമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നീതി ഉറപ്പാക്കേണ്ടത് മതപരമായോ ജാതി അടിസ്ഥാനത്തിലുള്ളതോ ആയ രാഷ്ട്രീയത്തിലൂടെയല്ല, മറിച്ച് സുതാര്യമായ നയങ്ങളിലൂടെയാണ്. ഇതിനിടയിൽ CPMന്റെ നിലപാടുകളിൽ വൈരുദ്ധ്യങ്ങളും ചർച്ചയാകുന്നു. PM ശ്രീ പദ്ധതിയിൽ ആദ്യ എതിർപ്പ് പ്രകടിപ്പിച്ച ശേഷം പിന്നീട് അംഗീകാരം നൽകിയത് പാർട്ടിയുടെ നയപരമായ വ്യക്തതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നു. വിദ്യാഭ്യാസം പോലെയുള്ള വിഷയങ്ങളിൽ U-ടേണുകൾ സർക്കാരിന്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്നു. ഈ മുഴുവൻ വിവാദത്തിനിടയിൽ നഷ്ടപ്പെടുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തസ്സാണ്. വിദ്യാലയങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കളിസ്ഥലങ്ങളാകുമ്പോൾ അതിന്റെ വില കൊടുക്കേണ്ടത് വിദ്യാർത്ഥികളും സമൂഹവും തന്നെയാണ്. സർക്കാരായാലും സാമൂഹിക സംഘടനകളായാലും വിദ്യാഭ്യാസത്തെ ആയുധമാക്കുന്ന സമീപനം ഉപേക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേരളം ഒരിക്കലും വിദ്യാഭ്യാസത്തെ വർഗീയതയുടെയും രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെയും അടിമയാക്കിയ ചരിത്രമില്ല. ആ പാരമ്പര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇന്നത്തെ ഭരണാധികാരികൾക്കും സാമൂഹ്യ നേതാക്കൾക്കും ഒരേപോലെ ബാധകമാണ്. വിദ്യാഭ്യാസം വിവാദമല്ല, വികസനത്തിന്റെ അടിത്തറയാണ്. അതാണ് ഈ ചർച്ചയിൽ മറക്കാനാകാത്ത ഏറ്റവും വലിയ സത്യം. ന്യൂസ് ഡെസ്ക്, സെറ്റ്കോ ന്യൂസ്.